ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് അമ്മമാർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു വരുമാനം ഉണ്ടാക്കുന്ന ചെറിയൊരു ഐഡിയ ആണ് കേട്ടോ. നൈറ്റി ബിസിനസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ മോഡലായിട്ട് നമ്മൾ കാണിക്കുന്നത് പ്ലീറ്റഡ് നൈറ്റിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് കൂടി തരാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പം എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐഡിയ പറയുന്നത്. ബോഡി മെഷർമെൻറ്റ്സ് എന്ന് അളവെടുത്തിട്ട് എങ്ങനെയാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്, സീം അലവൻസ് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര എക്സ്ട്രാ ലൂസ് കൊടുക്കണം, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ ടൈപ്പ് പ്രായത്തിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് നൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന ടിപ്സുകൾ നമ്മളിത് പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന ആളുകൾക്ക് ഏത് വണ്ണമുള്ളവരായാലും വണ്ണം കുറഞ്ഞവരായാലും മെലിഞ്ഞവരായാലും എല്ലാവർക്കും ഹൈറ്റ് ഉള്ളവരായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സകല ഐഡിയാസും നമ്മളത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന അളവിൽ തുണി എടുക്കേണ്ടുന്ന രീതി ആദ്യം പറയാം. അതായത് നമ്മൾ ആദ്യം വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി എന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതേപോലെ ഭാഗത്തേക്ക് നമുക്ക് ഫോൾഡഡ് സൈഡാണ് കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് ഓപ്പൺ സൈഡാണ്. റൈറ്റ് സൈഡിൽ ഓപ്പൺ സൈഡാണ്. 4 ലെയർ ഇനി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല വശമാണ് തുണിയുടെ ഉള്ളിലോട്ട് വെച്ചിട്ടാണ് മടക്കേണ്ടത്. വണ്ണെടുത്ത് മടക്കുമ്പോൾ ഉള്ളിലോട്ട് നല്ല വശം വരണം തുണിയുടെ. ആ രീതിയിൽ വണ്ണെടുത്ത് ആദ്യം മടക്കി അതിന് ശേഷം ഇറക്കെടുത്ത് മടക്കി. ഇതിൻ്റെ നൈറ്റിയുടെ വിടുത്ത് വന്നിട്ട് വീതി വന്നിട്ട് പറയാം. ഇത് 16 ഇഞ്ച് വൈഡാണ്. 16 32 ഇഞ്ച് വൈഡാണ്. ആദ്യ കാലങ്ങളിൽ 35 ഇഞ്ചും അതിനേക്കാളും കൂടുതലായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ വൈഡ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ലെങ്ത്തിലും ഇറക്കത്തിലും അതിലും സാരമായ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചെയ്യാനുള്ളത് ഇതുപോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സൈഡ് ഫോൾഡഡ്, ഈ സൈഡ് ഓപ്പൺ സൈഡ്, ഈ സൈഡ് ഫോൾഡഡ് സൈഡ്. ഇങ്ങനെ നമ്മൾ ചുരിദാർ ഇടുന്ന പോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ എടുക്കുക. ഷോൾഡർ ബോഡി മെഷർമെൻറ്റ്സ് എന്നാണ് എടുക്കേണ്ടതെന്ന രീതി പറയുന്നത്. ബോഡി മെഷർമെൻറ്റ്സ് ബാക്ക് പാർട്ടിൽ നിന്നാണ് എടുക്കേണ്ടത്. ബാക്ക് പാർട്ടിൽ നിന്ന് എടുക്കേണ്ടത് നമുക്ക് കിട്ടിയിരുന്ന അളവ് എന്ന് പറയുന്നത് 15.4 നൂലാണ്. നമ്മളുടെ ബാക്ക് പാർട്ടിൽ നിന്ന് അളവെടുത്തപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ എടുത്തപ്പോൾ 15.4 പോയിൻ്റാണ് കേട്ടോ എടുത്തതിനെ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അത് എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റ് അളവെടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവ് എന്ന് പറയുന്നത് ഇതാണ്. ഈ അളവാണ് കിട്ടുന്നത്. പ്ലസ് ഒരു 1/2 ഇഞ്ചസ് കുറയ്ക്കുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 1/2 ഇഞ്ച് 1/2 ഇഞ്ച് 1 പോയിൻറ്റ് അതൊക്കെ നമുക്ക് കുറയ്ക്കാം കേട്ടോ. അതിൽ കുറച്ച് നമുക്ക് എത്ര വരും? അതാണ് നമുക്ക് വേണ്ട ഷോൾഡർ. അപ്പോൾ നമുക്ക് വേണ്ടത് ഷോൾഡർ എന്ന് പറയുമ്പോൾ 7 ഇഞ്ചസാണ് നമുക്ക് വന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് നമ്മൾ ഇതിന് ഷോൾഡറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ 7 ഇഞ്ച് ഷോൾഡറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴേക്കും അതേ അളവ് തന്നെ നമ്മൾ താഴേക്കും എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ അതേ സെയിം ഇഞ്ചസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 7 ഇഞ്ച് തന്നെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതേ അളവ് തന്നെ നിങ്ങൾ എടുക്കുക. അതിനുശേഷം പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ നേരെ വരയ്ക്കുക. നമ്മളിപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് അതേ അളവ് തന്നെ എടുത്തില്ലേ, അതിനുശേഷം അവിടെ നിന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇവിടെ നിങ്ങൾ നേരെ വരയ്ക്കുക. ആ പോയിന്റിൽ നിന്ന് കറക്റ്റ് നേരെ വരയ്ക്കുക. ഇതാണ് നമ്മുടെ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ വരച്ചു. ഓക്കെ, നേരെ വരച്ച ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇനി നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ, മൊത്തം ഹൈറ്റിൽ 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഇവിടെ ഒരു പിടുത്തം വരും, പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇപ്പുറത്തും താഴെ ഭാഗത്തിലും ഇതുപോലെ ഇവിടെ 1/2 ഇഞ്ച്, താഴെ ഭാഗം മടക്കി അടിക്കാൻ 1/2 ഇഞ്ച്. അങ്ങനെ നമ്മൾ 2 ഇഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ഏത് ആൾക്കും ഇവിടെ നോർമലി 10 ഇഞ്ചസാണ് എടുക്കേണ്ടുന്നത്. എല്ലാവർക്കും 10 ഇഞ്ചാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. മുകൾ ഭാഗത്തിൻ്റെ മാത്രം തീരെ ഹൈറ്റ് കുറവുള്ളവർക്ക് മാത്രം നിങ്ങൾക്ക് 9 ഇഞ്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ 10 ഇഞ്ച് എടുത്തിരിക്കുന്നത് വളരെ ഹൈറ്റ് കുറവുള്ള ആളുകൾക്ക് മാത്രം നിങ്ങളൊരു 9 ഇഞ്ച് എടുക്കുക. ബാക്കി എല്ലാവർക്കും ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഇതേപോലെ 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതേപോലെ അതേ 10 ഇഞ്ച് ഇവിടേക്കും അടയാളപ്പെടുത്തുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചിടുക. ഇങ്ങനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഇത് ആദ്യം ചെയ്ത് വെക്കണം കേട്ടോ. അത് നമ്മളത് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ടേക്കാൻ മതി, മാത്രം ചെയ്യാനുള്ളൂ. ഇനി ശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് പറയാം. ഇനി ചെസ്റ്റിൻ്റെ അളവ് നമ്മുടെ നിങ്ങൾക്ക് ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതിയിലാണ് നമ്മളിതിന് പറഞ്ഞു തരാൻ പോകുന്നത്. പോയിൻറ്റ്സുകളൊന്നും തെറ്റാതെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ആ വ്യക്തിയുടെ ബോഡി ലൂസ് കറക്റ്റാക്കാനും സീം അലവൻസോ എല്ലാം കറക്റ്റായിട്ട് വരാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് പോയിൻറ്റ്സുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ചെസ്റ്റിൻ്റെ അളവ് വന്നിട്ട് നമുക്ക് കസ്റ്റമർക്ക് 37 വേണ്ടത്. 37 അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ലൂസ് എന്ന് പറയുന്നത് 5 ഇഞ്ചസ് ലൂസ് ആഡ് ചെയ്യണം. ഓക്കെ, 37ൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 42 ഇഞ്ച് കിട്ടും. ഓക്കെ, 38, 39, 40, 41, 42. ഓക്കെ, അങ്ങനെ 42 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ 42 നമുക്ക് വരുന്നത്. നിങ്ങളുടെ എത്രയാണോ അത് നിങ്ങളുടെ പ്ലസ് അതിൻ്റെ കൂടെ 5 ഇഞ്ചസ് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതേപോലെ നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ചെയ്താൽ മതി. ടേപ്പ് പിന്നെ കാൽക്കുലേറ്റർ എടുക്കാനൊന്നും പോകണ്ട. നമുക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. അളവൊക്കെ ഇതേ മെഷർമെൻറ്റ്സിൽ ഇപ്പോൾ ആ അളവെടുത്തു, അതിനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. നിങ്ങൾക്കിത് ഏതൊരാളുടെ അളവിനും അനുസരിച്ച് നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഈ മെത്തേഡ് വെച്ചിട്ട് ഏതാൾക്കും നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന് 4 ഫോൾഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 10 കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് 10 കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അത് എടുക്കുക കേട്ടോ. നമുക്ക് കിട്ടിയത് 10 കിട്ടുന്നത്. അപ്പോൾ 10 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഓക്കെ, ആ 10 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടു. ഓക്കെ, ഇനി നമുക്ക് ഒരു സീം അലവൻസായിട്ട് തയ്യൽ തുമ്പായിട്ട് നമ്മളൊരു 6 ഇഞ്ചാണ് നൈറ്റിക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് നൈറ്റിക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കോണായിട്ട് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിടാം. അതിന് ശേഷം ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുത്തു. ഓക്കെ, ഇങ്ങനെ വരച്ചു കൊടുക്കും. നമുക്ക് ഇവിടേക്ക് ചെസ്റ്റിൻ്റെ അളവ് ഇവിടം വരെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പോയിന്റിലേക്കാണ് നമുക്ക് അളവ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്കിന് വൈഡ് കൊടുക്കുന്നത് നമ്മൾ 3 ഇഞ്ചാണ് നെക്കിന് വൈഡ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നമ്മൾ നെക്കിന് അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് ഫ്രണ്ടിലെ നെക്കിന് നമുക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് 5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു 2.5 ഇഞ്ചിന് സ്ക്വയർ ബോക്സിൽ വരച്ചിട്ട് അതിന് നെക്കിന് റൗണ്ട് ഷേപ്പ് കൊടുത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ബാക്ക് പാർട്ടിൻ്റെ നെക്കിന് നമ്മൾ 4 ഇഞ്ചസ് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ജസ്റ്റ് സ്ക്വയർ വരച്ചിട്ട് അതിന് നമ്മൾ ഷേപ്പ് കൊടുത്തു, റൗണ്ട് ഷേപ്പ് തന്നെ കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്കിത് കൂടുതൽ കുറവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൊടുക്കാവുന്നതാണ്. മിനിമം ബാക്ക് പാർട്ടിൽ 3 ഇഞ്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് 5 ഇഞ്ചാണ്, ബാക്കിലേക്ക് 4 ഇഞ്ചസാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ തുമ്പ് വണ്ണം എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നിന്നാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ലീവിൻ്റെ തുമ്പ് വണ്ണമായിട്ട് നമ്മൾ എടുക്കുന്നത് 6 ഇഞ്ചാണ്. നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് എത്ര അളവാണ് വരുന്നതെന്ന് നോക്കണം. മനസ്സിലായോ? ഈ ഒരു അളവ് മെയിനായിട്ട് ചെസ്റ്റിൻ്റെ അളവിലേക്ക് നമുക്ക് ഇവിടെ വന്നത് 3.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ച് വെച്ചാൽ മതി, ശ്രദ്ധിച്ച് വെച്ചാൽ മതി. ഒരു പോയിന്റ് ഇവിടെ നിങ്ങൾ നീങ്ങിയിട്ടുള്ള ഭാഗത്തേക്ക് കർവ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മൾ 3.5 ഇഞ്ചാണ്. ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചിലാണ് നമ്മൾ കർവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ സ്ക്വയറിൽ നിന്ന് ഇവിടെ നമ്മൾ കർവ് കൊടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചിൻ്റെ ആ ഒരു ഇത് ജസ്റ്റ് പോയിന്റ് മനസ്സിൽ വെച്ചാൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് സ്ലീവിൻ്റെ ഇറക്കം എത്ര വേണോ എന്ന് നോക്കാം. സ്ലീവിൻ്റെ ഇറക്കം എനിക്ക് വേണ്ടത് 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് എടുക്കണം. കാരണം നമ്മളിവിടെ ഈ ഒരു ഭാഗം തേരുവശം എടുക്കുന്നത് കൊണ്ട് നമ്മൾ മടക്കി അടിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുക്കണം. ഞാൻ മടക്കി അടിക്കുന്നില്ല ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ഷോൾഡറിൻ്റെ പിടുത്തമായിട്ട് 1/2 ഇഞ്ച് എടുക്കുന്നു. ഓക്കെ, മടക്കി അടിക്കുന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് കൊടുക്കുക, മടക്കി അടിക്കുന്നില്ല എങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 6 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ 6 ഇഞ്ചിൽ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ 3.5 ഇഞ്ചിൻ്റെ മെമ്മറിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഈ 3.5 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. ആ 3.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മൾ ഒരു 9 ഇഞ്ച് എടുക്കുക. നല്ലോണം വണ്ണം ഹൈറ്റും ഭയങ്കര ഓവർ സൈസ് വണ്ണമുള്ള ഒരു 50 ഇഞ്ചിന് മുകളിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ 10 ഇഞ്ച് എടുക്കാവുന്നതാണ്. ഓക്കെ, 10 ഇഞ്ച് എടുക്കാം. ഒരു സാധാരണ നോർമൽ കേസിൽ എല്ലാവർക്കും ഒരു 9 ഇഞ്ച് എടുത്താൽ മതി. ഒരു ഇടത്തരം ബിഗ് സൈസ് വരുന്ന ഒരു മീഡിയം ഒരു 44-ന് മുകളിൽ എടുക്കുകയാണെങ്കിൽ ഒരു 9 ഇഞ്ച് എടുക്കുക. 9, 9.5, 10 ഇഞ്ച് ആ ഒരു റേഞ്ചിൽ എടുക്കുക കേട്ടോ. ഈ കൈക്കുഴിയുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ നിന്ന് എടുക്കേണ്ടത് കേട്ടോ. ആം ഹോൾ കർവിൻ്റെ റൗണ്ടാണ്. അതിൻ്റെ ഇറക്കം നമുക്ക് 9 ഇഞ്ചാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് എടുക്കുന്നത്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നല്ലോണം ഒരു 50-ന് മുകളിലൊക്കെ സൈസ് ഉണ്ടെങ്കിൽ 10 ഇഞ്ച് കൊടുക്കുക. ഒരു 44 ആ ഒരു സൈസ് 45-ന് മുകളിലാണെങ്കിൽ 9.5 കൊടുക്കുക. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു 9 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, 9 ഇഞ്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പോയിന്റ്. പിന്നെ ആ പോയിന്റിൽ നിന്ന് ജസ്റ്റ് നമ്മുടെ ഈ തുമ്പുവണ്ണത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ തുമ്പുവണ്ണം വേണമെങ്കിൽ ഒരു സ്വല്പം കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയ്ക്കും കുറച്ച് ലൂസ് എടുത്ത് കുറച്ച് ലൂസ് ഇവിടെ വെക്കണോണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ 1/2 ഇഞ്ച് എന്നുള്ളത് ഇവിടെ കുറച്ച് കൂടുതൽ എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരേക്കുള്ള ആ ഒരു അളവുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അളന്നെടുക്കണം. ഇങ്ങനെ അളന്നെടുക്കുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ അളന്നെടുത്തപ്പോൾ നമുക്ക് വന്നത് ടോട്ടലി നമുക്ക് 10 ഇഞ്ചസാണ് വന്നത്. ഇവിടെ വരെ അളന്നെടുത്തപ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ആ 10 ഇഞ്ചിന് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാം.
ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വരെ വരച്ചെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുക്കുക. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ഇട്ട് വരച്ചാൽ മതി. അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ വരും. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 10 ഇഞ്ച് ഓർമ്മയിൽ വയ്ക്കാൻ പറഞ്ഞു. ആ 10 ഇഞ്ച് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ മറിക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് നോക്കാം. ഓക്കെ, കണ്ടോ 10 ഇഞ്ചസ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ 10 ഇഞ്ചസ് ഓക്കെ ആയതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെയും ബോഡി പാർട്സിൻ്റെയും അളവ് മെഷർമെൻറ്റ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് മെമ്മറിയിൽ വയ്ക്കാൻ പറഞ്ഞത്, അത് അളന്ന് നോക്കാനും പറഞ്ഞത്. അതിൽ നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും വ്യത്യാസം കുറവ് വന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ഒരിണക്കം ഇറക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ അളവുണ്ട്, അതിനനുസരിച്ച് ഇറക്കിയെടുക്കാം. നിങ്ങൾ തീരെ കുറഞ്ഞു പോയെന്ന് വെച്ചാൽ ഇറക്കിയെടുക്കാം. അങ്ങനെ ആവശ്യമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം. നമ്മൾ വരച്ചതിൽ ആ അളവ് വന്നോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. വന്നില്ലെങ്കിൽ അത് ആക്കിയെടുക്കുക. ഓക്കെ, അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കണം. അതിന് കർവ് ചെയ്ത് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഞ്ച് കർവ് എടുക്കാവുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഫ്രഞ്ച് കർവ് എടുത്ത ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ വരച്ചെടുത്തു. ഇപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഫ്രഞ്ച് കർവ് എടുക്കുക. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് തന്നതാണ് കേട്ടോ. സാധാരണയായിട്ട് ഇങ്ങനെ വരയ്ക്കാം, പക്ഷേ ഇത് ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് അപ്പോൾ ഇനി ഇത് ഇവിടെ കട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ ഇവിടം വരേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തെ അളവുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തെ അളവ് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ളത് ആ ഒരു അളവ് ഇങ്ങനെ അളന്നെടുക്കാം. 2, 3, 3.5. ഓക്കെ, 3.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വരെ വന്നത്. ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളത് കേട്ടോ. നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടാണിത്. നമ്മൾ നേരത്തെ സ്ലീവിന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാലൻസ് ആണ്. നമ്മൾ ഇത്ര വരെയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇവിടെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ. ഇത് ഒന്ന് ഇവിടെ ഇങ്ങനെ ചെറുതായി ചെരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 3.5 ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ഒരളവുണ്ടല്ലോ, ആ ഒരളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഇത് കുറച്ച് കേക്ക് എടുക്കാം, കാരണം നമുക്ക് ഇവിടെ നിന്ന് ഇവിടം വരെ തുണിയുടെ ബാലൻസ് നിൽക്കുന്നുണ്ട്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നത്, അതൊന്ന് കുറച്ച് കേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ പൊന്തിക്കുമ്പോൾ തുണിയുടെ അളവ് ഇങ്ങനെ തീരെ ഇറക്കം കുറവുള്ളതുപോലെ ഫീൽ ചെയ്യില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ അതൊരു ഷേപ്പ് കൂടുതലും താഴെ ഭാഗം നെറ്റിക്ക് ഷേപ്പ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ താഴെ ഇവിടെ നിന്ന് തന്നെ താഴെ നിന്ന് എടുക്കേണ്ടി വരും. തീരെ ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ല ഹൈറ്റുള്ളവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് മുകളിൽ നിന്ന് അങ്ങനെ കയറി ഇത് വരയ്ക്കാനൊന്നും ഷേപ്പ് കിട്ടില്ല, തുണി എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഓക്കെ, പോയിന്റ് ഇവിടെ നിന്നുള്ളത് കൊണ്ട് ഈ ഒരു പോയിന്റിലേക്ക് തന്നെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരളവിൽ നിന്ന് നമ്മുടെ ആ അളവ് 3.5 അല്ലായിരുന്നത്, 3.5 ഒരു പോയിന്റ് ആയിരുന്നത്. അളവ് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, കർവ് ചെയ്ത് വരയ്ക്കാവുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഇവിടുത്തെ പോയിന്റ് ഉണ്ടല്ലോ, ഇതുവരേക്കും ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിങ്ങൾ പതുക്കെ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാവുന്നതാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3/4 ഇഞ്ച് ഇവിടെ നിങ്ങൾ കയറി നിൽക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ച് വരെ നമുക്ക് കയറി നിൽക്കാവുന്നത് കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ താഴെ ഒരു 1/2 ഇഞ്ചസ് ഇറങ്ങി നിൽക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി. ഓക്കെ, ഫ്രണ്ടിൽ ഒരു 1/2 ഇഞ്ചസ് ഇറങ്ങി നിൽക്കുന്നതാണ് ഭംഗി. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടെ 3/4 ഇഞ്ച് കയറി നിൽക്കുന്നത് ഭംഗിയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചപ്പോൾ അത് ജസ്റ്റ് നല്ലൊരു കർവ് ഷേപ്പ് കിട്ടിയില്ല. നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ എടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഓക്കെ, വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് ആം ഹോളിൻ്റെ ബാലൻസ് ഉള്ള നമ്മുടെ ആവശ്യമുള്ള അളവാണ് കേട്ടോ. അളവ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
ഇവിടെ നിന്നുള്ള ഈ അളവാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നത്. അതിനിപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി കാണിക്കാം. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടം വരെയാണ് ആവശ്യമുള്ള അളവ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ആയിരുന്നു നമുക്ക് ഇവിടെ നിന്നായിരുന്നു അളവ് വന്നുള്ളത്. ഓക്കെ, ഇത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഈ ഒരു പോയിൻ്റാണ്. കണ്ടോ, ആ അളവാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടില്ലേ ഒരളവ്. ആ അളവ് നമ്മൾ ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കും. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഉണ്ടല്ലോ, ഈ സെൻറ്റർ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ഇവിടെ നിന്ന് ഇവിടെ വയ്ക്കുക. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് നോക്കി ഇത് ഒപ്പാക്കി ഇവിടെ വരെ വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഇതാണല്ലോ ഇവിടെ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു അളവിലല്ല എടുക്കുക. നമുക്ക് ഇവിടെ നിന്ന് ഞെറി ഈ ഒരു അളവിൽ മാത്രം എടുത്താവില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇവിടെ നീക്കിയിട്ട് ഒരു 1.5-2 ഇഞ്ചോളം ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇത്ര തൊട്ട് ഇവിടെ വരെയും പ്ലീറ്റ്സ് നമുക്ക് ഇടാവുന്നതാണ്. കറക്റ്റ് അളവിൽ നിന്ന് പുറത്തോട്ട് കടത്തിയിട്ട് ഒരു 2 ഇഞ്ചോളം കൂടി നമുക്ക് പ്ലീറ്റ്സ് ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇത് സെൻറ്ററിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഇടാം. സെൻറ്ററിൽ വെച്ചിട്ട് ഇതിൻ്റെയും സെൻറ്ററിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഇടാം, ഇങ്ങോട്ട് പ്ലീറ്റ്സ് ഇടാം. അപ്പോൾ രണ്ട് സൈഡിലേക്കും ഈക്വലായിട്ട് പ്ലീറ്റ്സ് വരുന്നതാണ്. ആ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലായിട്ട് പ്ലീറ്റ്സ് വരും. എന്നിട്ട് ഇതിൻ്റെയും സെൻറ്റർ അതുപോലെ തന്നെ ബോഡി പാർട്സിൻ്റെ തന്നെ ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ സ്ലീവ് നെക്കാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ടിൻ്റെ ചെയ്യുമ്പോൾ രണ്ടാമത് ചെയ്യാൻ ഇത്തിരി ഒരു പ്രയാസമുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്തെടുക്കാവുന്ന തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് രണ്ടും ചെയ്തെടുക്കാം കേട്ടോ. ഒന്നുകിൽ ഇത് ആദ്യം കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി ഇത് ആദ്യം പിന്നെ ഇത് കട്ട് ചെയ്ത് രണ്ടാം പ്രാവശ്യം ചെയ്യേണ്ട വരയ്ക്കേണ്ട എന്നുള്ളതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കും. ഓക്കെ, രണ്ടാം പ്രാവശ്യം ബാക്ക് പാർട്ടിൽ അളവെടുത്ത് രണ്ടാം പ്രാവശ്യം വരയ്ക്കേണ്ട എന്ന രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായില്ലേ? ഫ്രണ്ട് പാർട്ടിനാണ് ഇറക്കം കൂടുതലെടുത്തിരിക്കുന്നത്, ബാക്ക് പാർട്ടിനാണ് ഇറക്കം കുറവ് എടുത്തിരിക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്ക് പാർട്ടിന് ഇറക്കം കുറവ്, ഫ്രണ്ട് പാർട്ടിന് ഇറക്കം കൂടുതലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ടിനെ മാത്രമായിട്ട് എടുത്ത് കട്ട് ചെയ്തു, പിന്നെ ബാക്ക് പാർട്ട് ഒന്നിച്ചെടുത്ത് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലോത്ത് ബാലൻസ് നമുക്കിത് എന്തെങ്കിലും ചെയ്യാനായിട്ട് തയ്ച്ച് മറക്കുന്നവർക്ക് ക്ലോസ് പീസ് വെച്ച് തയ്ച്ച് മറക്കുന്നവർക്ക് ഇത് വെച്ച് ചെയ്യാം കേട്ടോ. ക്ലോസ് പീസ് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്ക് ക്ലോസ് പീസ് എടുക്കാനായിട്ട് അറ്റാച്ച് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് നൈറ്റിക്ക് കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ ക്ലോസ് പീസ് വെക്കണേക്കാട്ടിലും പെർഫെക്ഷൻ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് തയ്ച്ച് മറക്കുന്നതാണ്. കഴുത്തിന് കഴുത്ത് ഇങ്ങനെ അകന്ന് മലച്ച പോലെ ഒന്നും വരാതിരിക്കാനായിട്ട് ബെസ്റ്റ് ആയിരിക്കാം. ക്ലോസ് പീസ് വെക്കുമ്പോൾ അത്രയും പെർഫെക്ഷൻ കുറവാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ടാണ് തയ്ച്ച് മറക്കുന്നത്. ഫുൾ കവറിങ്ങിൽ തുണി ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കുക. ഫുൾ കവറിങ്ങിൽ ക്ലോത്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് വെക്കുമ്പോൾ ഫുൾ കവറിങ്ങിന് കിട്ടാവുന്ന ക്ലോത്ത് ആണെങ്കിൽ ഇതിൽ ഫുൾ ഭാഗം മനസ്സിലാവും. ഈ ഭാഗം മൊത്തം കവർ ചെയ്യാൻ പറ്റാവുന്ന അത്രയും വൈഡുള്ള തുണിയാണ്, ഇത്രയും ഹൈ ഇറക്കവുമുള്ള തുണിയാണ് കിട്ടുന്നതെങ്കിൽ അത്രയും പെർഫെക്ഷൻ കൂടും. ഈ ഒരു ഭാഗം കുറച്ച് സ്റ്റിഫായി നിൽക്കും, കൂടുതൽ കാലം നൈറ്റ് നിൽക്കും. അതിനൊക്കെ ഗുണമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഷോൾഡർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ്. അപ്പോൾ മറ്റേത് ബാക്ക് പാർട്ടാണെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞു, സ്ലീവും കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. താഴെ ഭാഗം സ്കേർട്ടിൻ്റെ ഭാഗത്തെ ബ്ലേസറിൻ്റെ ഭാഗം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്കിന് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ചിലർ സിബ് വയ്ക്കും. ഈ ഒരു ഭാഗത്ത് ഇവിടെ നിങ്ങൾ ആദ്യം നമ്മൾ കഴുത്ത് തയ്ച്ച് മറിച്ച ശേഷം ഈ സെൻറ്ററിൽ കട്ട് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഒരു സാധാരണ ഈ സിബുള്ള നൈറ്റിക്കൊക്കെ ഇവിടെ നിന്ന് ഒരു 2-2.5 ഇഞ്ചോളം കൂടി താഴേക്ക് എടുത്തിട്ട്
സിബ് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ കട്ട് ചെയ്യുക, ഇവിടെ വരെ കട്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് പാർട്ടിൽ മാത്രം സിബ് കട്ട് ചെയ്യുക കേട്ടോ. അത് കഴുത്ത് തയ്ച്ച ശേഷം ചെയ്യുന്നതാണ്. സെൻറ്റർ കട്ട് ചെയ്തിട്ട്, ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇവിടെയും കൂടിയും സെൻറ്റർ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം നെക്ക് തയ്ച്ച് മറിക്കുക. ആദ്യമേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പാർട്ടിലേക്കും പീസ് വെച്ച് ക്ലോത്ത് വെച്ച് തയ്ച്ച് മറിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിലിറ്റി അല്ല. അപ്പോൾ കംഫർട്ടബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആദ്യം ഫ്രണ്ട് പാർട്ട് ക്ലോത്ത് വെച്ച് തയ്ച്ച് മറിച്ച ശേഷം ഇത് സെൻറ്റർ കട്ട് ചെയ്യുക, ഇവിടെയും സെൻറ്റർ കട്ട് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് പ്ലീറ്റ്സ് ഇടേണ്ട ഭാഗത്തിൻ്റെ ഈ ഭാഗത്തിന് കുറച്ച് ദൂരം, ഇത്ര ദൂരം സെൻറ്റർ കട്ട് ചെയ്യുക. ഇതിന് ശേഷം ക്ലോത്ത് വെച്ച് തയ്ച്ച് മറിക്കുക. അതാണ് കുറച്ചും കൂടി സിബ് വെച്ച് ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള ഐഡിയ. അപ്പോൾ നമ്മുടെ കട്ടിംഗ് പാർട്ട് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.